നമസ്കാരം. മല്ലൂസ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നാടൻ മുറുക്കിൻ്റെ റെസിപ്പി. പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പലഹാരമാണ് അരിമുറുക്ക് എന്ന് പറയുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ ചായയോടൊപ്പം ഒക്കെ നമ്മൾ കഴിച്ചിരുന്നത് അരിമുറുക്ക്, പിന്നെ അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെയാണ് കേട്ടോ. മല്ലൂസ് കഫേയിലൂടെ അരിമുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചെയ്യാൻ മറന്നു പോകരുത്. മല്ലൂസ് കഫേയിലെ എല്ലാ വീഡിയോസും കാണണം. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ തരുന്ന സപ്പോർട്ട് നിങ്ങൾ അതിലും ഞങ്ങൾക്ക് തരണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ്സൊക്കെ അപ്പോൾ കിട്ടും. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് അരക്കപ്പ് ഉഴുന്ന് നന്നായിട്ട് ഒന്ന് കഴുകി ഉണങ്ങി വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം ഒന്ന് വറുത്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അരിമുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉഴുന്ന് പരിപ്പ് നമ്മൾ നന്നായിട്ട് ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ്. അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഇത് ഞാൻ ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബൗളിന് 2 ബൗള് അരിപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ബൗൾ അരിപ്പൊടിയും കൂടി നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുവാണ്. ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ആഡ് ചെയ്യേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ജീരകമാണ് ചേർക്കേണ്ടത്. ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 2 ടീസ്പൂൺ ജീരകം. ഇനി നമ്മൾ കറുത്ത എള്ളാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂണ് എള്ളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയുള്ളി അരച്ചെടുത്തിരിക്കുന്നതാണ്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. കല്ലുപ്പ്, നമ്മൾ ഉപ്പ് നീരാക്കിയതാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് ചപ്പാത്തിയുടെ ആ ഒരു പാകത്തിന് നമുക്കൊന്ന് കുഴച്ച് വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ചേർത്തിരിക്കുന്ന കൂട്ടുകളൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ഐറ്റംസും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ചെറിയുള്ളി ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്വാദ് നമ്മുടെ മുറുക്കിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നോർമലി അധികം അങ്ങനെ ചേർക്കാറില്ല. പക്ഷേ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ചെറിയുള്ളി ചേർത്ത് തന്നെ ട്രൈ ചെയ്യണം. അത്രയും സ്വാദോടുകൂടി നമുക്ക് മുറുക്ക് കിട്ടും. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുറുക്കിനുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സേവനാഴിയിൽ വെച്ചിട്ട് ഇത് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റോളം ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം വേണം സേവനാഴിയിലോട്ട് ഈ മാവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സേവനാഴി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാറിൻ്റെ എടുത്തിട്ടിരിക്കുന്നത് നമ്മൾ മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് മുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു ടെസ്റ്റ് നടത്തണം. ഇത് നമ്മൾ പിഴിയുന്ന സമയത്ത് മുറിഞ്ഞാണോ പോകുന്നത്? കണ്ടോ, ഇത് മുറിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി മയം വേണം, കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് മുറിഞ്ഞ് വീണ് പോകും. നമുക്ക് ആദ്യം കുറച്ചും കൂടി വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് കുറച്ചും കൂടി വെള്ളത്തിൽ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും സേവനാഴി ഫില്ല് ചെയ്യാം. നമുക്കൊന്ന് ട്രൈ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇലക്കകത്ത് നമ്മുടെ മുറുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് വാഴയിലയിൽ എണ്ണ പുരട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇത് കയ്യിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ്. എണ്ണ തേച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ കയ്യിലേക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, മറിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം.
ിട്ടുള്ള ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് മുറുക്ക് ചുട്ടെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കഷ്ണം മാവ് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ പതഞ്ഞിട്ട് പൊങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ അതായി എന്നുള്ളതാണ്. അപ്പം എണ്ണയിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുറുക്ക് ഓരോന്ന് വീതം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കണം. നല്ല തിളച്ച എണ്ണയാണ്, കയ്യിലൊന്നും വീഴാതെ ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഓരോ മുറുക്കും ഇട്ട് കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുപ്പിച്ചടുപ്പിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പോവും. അപ്പം അങ്ങനെ ഉണ്ടാവരുത്. ഇച്ചിരി അകത്തി തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മുറുക്ക് ഇട്ടിട്ട് അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ ഒന്ന് അനക്കി കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകും. അപ്പം ഇത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മുറുക്ക് ഇട്ട് കൊടുക്കാൻ എണ്ണയിലോട്ട്. അപ്പം ഇനി നമ്മൾ ഇട്ടിരിക്കുന്ന മുറുക്ക് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അന്നേരം നമുക്ക് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ ഇട്ട മുറുക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം അതെങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം മുറുക്ക് പച്ചമാവ് എണ്ണയിലോട്ട് ഇടുമ്പോൾ നന്നായിട്ട് പത വരുന്നുണ്ടായിരുന്നു അല്ലേ. ഇപ്പം ആ പതയെല്ലാം കുറഞ്ഞിട്ടില്ലേ. അപ്പം ഇങ്ങനെ പത കുറഞ്ഞു വരുമ്പം അതിൻ്റെ അർത്ഥം മുറുക്ക് നന്നായിട്ട് മൂത്തിട്ടുണ്ടെന്നാണ്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഈ പദം നന്നായിട്ട് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അതിങ്ങനെ കോരിയെടുക്കാം. അപ്പോൾ ആ വ്യത്യാസം കാണാൻ പറ്റും. ആ രണ്ടെണ്ണം ഉണ്ടോ അവിടെ പദ വളരെ കുറവ്, അപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് അതിനെയാണ് എണ്ണയിൽ നിന്ന് മാറ്റേണ്ടത്. അപ്പം അത് രണ്ടും ഇങ്ങനെ എണ്ണയിൽ ഞാനിങ്ങനെ മാറ്റിയിട്ടുണ്ട്. ബാക്കി രണ്ട് പദ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ട് ബാക്കി പതയും കൂടി ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിനെയും കൂടി എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കാം. അപ്പോൾ ഇത് മുറുക്കെല്ലാം ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ബാക്കി ചുറ്റി വെച്ചിരിക്കുന്ന മുറുക്കും കൂടി എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കാം. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മുറുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്